പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ LDFിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനാണ്. ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ LDFിന് ഒരു സാധ്യതയും സംസ്ഥാനത്തെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നില്ല. മൂന്നാം സ്ഥാനത്താണ് തുടർച്ചയായിട്ട് 2 തവണയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും മൂന്നാം സ്ഥാനത്ത് തന്നെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പി സരിൻ സ്ഥാനാർത്ഥിയായി വന്നു. അതിനുശേഷം LDFിന്റെ ചിട്ടയ പ്രവർത്തനം, CPMന്റെ ചിട്ടയ പ്രവർത്തനം കൂടി ആയപ്പോഴത്തേക്കും മൂന്നാം സ്ഥാനമെന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്ന മാധ്യമങ്ങൾക്ക് പിന്നെ അവഗണിക്കാതിരിക്കാൻ വയ്യാത്ത അവസരത്തോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇലക്ഷന് 7 ദിവസമാണ്. ഒരാഴ്ചക്കുള്ളിലാണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവം മൂലമാണ് ഇന്ന് നടത്തേണ്ടിയിരുന്ന നിയമസഭ ബൈ ഇലക്ഷൻ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബൈ ഇലക്ഷൻ 20-ാം തീയതിയിലേക്ക് മാറ്റിയത്. 13ഉം 20 ആയിരുന്നു ഇലക്ഷൻ്റെ തീയതികൾ. ഇന്ന് ചേലക്കര മണ്ഡലത്തിലെ ഇലക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഒരാഴ്ച മാത്രമുള്ളപ്പോൾ പി സരിൻ്റെതായ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പി സരിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് അദ്ദേഹം തൻ്റെ പ്രതികരണം എഴുതിയിട്ടുള്ളത്. അതിൽ സരിൻ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ എന്നും മുന്നോട്ട് വഴി നടത്തിയിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. ജീവിതം നീട്ടിയെറിഞ്ഞ ഓരോ പ്രശ്നങ്ങളുടെ മുന്നിലും പകച്ചു നിന്നപ്പോൾ മുന്നിലും കാണുന്നതിനപ്പുറത്തേക്ക് നോക്കാനും എനിക്കായും എൻ്റെ ചുറ്റുമുള്ളവർക്കായും ഞാൻ ആഗ്രഹിച്ചത് എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടത് ചെയ്യാനും പഠിപ്പിച്ചത് അച്ഛനാണ്. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഞാനെന്ന മനുഷ്യൻ മാത്രമല്ല എൻ്റെ വ്യക്തിത്വവും ഉണ്ടാകുമായിരുന്നില്ല. ഈ ഇലക്ഷൻ പ്രചാരണം കൊണ്ട് പാലക്കാടിൻ്റെ ഓരോ തുടിപ്പും തൊട്ടറിയാൻ സാധിക്കുന്നുണ്ട്. ഈ നാട് കൊതിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ എൻ്റെ കയ്യിനും മനസ്സിനും കരുത്ത് പകരുമെന്ന് എനിക്ക് ഉറച്ച് ബോധ്യം നിന്ന ഒരു പ്രസ്ഥാനത്തിന് നെഞ്ചോട് പറ്റിച്ചേർന്ന് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത്. ഒരായുസ് ഒരു മനുഷ്യന് കൊടുക്കാനുള്ള പലതും 10-35 വയസ്സിനുള്ളിൽ ലഭിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. സ്വാർത്ഥ താല്പര്യങ്ങൾ പുറം കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞ് പൊരുവേലത്തേക്ക് ഇറങ്ങാൻ മുൻപും മടിച്ചിട്ടില്ല. ഓരോ തീരുമാനങ്ങളും എൻ്റെ വഴിയിലെ ഓരോ അനുഭവങ്ങളും ആളുകളും എന്നിലേക്ക് എത്തിച്ചതാണ്. ഈ തീരുമാനങ്ങൾ, ഈ നിയോഗങ്ങൾ ഒക്കെ എന്നിലൂടെ അല്ലെങ്കിൽ പിന്നെ മറ്റാരിലൂടെയാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. വർഗീയതയെ തടയാൻ വാക്കിലെ നാക്ക് പോരെന്നും സുശക്തമായ സംഘടനാ ശരീരവും ഉറച്ച പ്രവർത്തനവുമാണ് വേണ്ടതെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഊന്നിപ്പറയും. എത്ര ഇലക്ഷൻ കഴിഞ്ഞാലും ഇനി അത് മാറാനും പോകുന്നില്ല. എന്നെ മകനായി, സഹോദരനായി, കൂട്ടുകാരനായി ഓരോ വീട്ടിലും വരവേൽക്കുന്ന പാലക്കാടിൻ്റെ മനസ്സ് എനിക്ക് കാണാം. വരുന്ന ഒരാഴ്ച പുതിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. പാലക്കാട്ടെ സ്വപ്നങ്ങൾ ലോകത്തോളം വലിപ്പത്തിൽ പറന്നുയരും. ഇനി ജയിക്കാൻ പോകുന്നത് നമ്മളാണ്, നമ്മളുടെ സ്വപ്നങ്ങളാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഡോക്ടർ പി സരിൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പി സരിൻ ഈ കുറിപ്പ് പങ്കുവെക്കുന്ന വരുന്ന ഒരാഴ്ച പുതിയ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണെന്നാണ് പി സരിൻ പറയുന്നത്. പാലക്കാട്ടെ സ്വപ്നങ്ങൾ ലോകത്തോളം വലിപ്പത്തിൽ പറന്നുവരും. ഇനി ജയിക്കാൻ പോകുന്നത് നമ്മളാണ്, നമ്മളുടെ സ്വപ്നങ്ങളാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് ആ കുറിപ്പ് അവസാനിക്കുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് പി സരിൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും തോൽപ്പിക്കാൻ വേണ്ട ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 1-ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞ BJP ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല. അവർ പൂർണ്ണമായിട്ട് ഔട്ടായി കഴിഞ്ഞു. അവിടെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ LDF തന്നെയാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സംബന്ധിച്ച് ചിത്രത്തിലെ പോലും ഇല്ലാതിരുന്ന LDF ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റുന്ന ശക്തിയായിട്ട് അവിടെ പാലക്കാട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ CPM LDF അവിടെ വിജയിച്ചു കഴിഞ്ഞു. ഒരു പരിഗണനയും ഒരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും LDFനെ അവഗണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് പാലക്കാട്. അതുതന്നെ LDFന്റെ ഏറ്റവും വലിയ വിജയമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് പൂർണ്ണമായും തകർന്നു പോയി എന്ന് പറഞ്ഞ പലരെയും കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചതാണ് പാലക്കാട്ടെ ഇലക്ഷൻ പ്രവർത്തനം. അതുതന്നെയാണ് LDFന്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് തന്നെയാണ് LDFന്റെ മുന്നേറ്റം തടയാൻ വേണ്ടി വ്യാജമായ വാർത്തകളും വ്യാജമായ ആത്മകഥകളുമായിട്ട് ഇപ്പോൾ പലരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. അത് തെളിയിക്കുന്നത് LDFന് തിരിച്ചു വരാനുള്ള ശേഷിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, LDFനെ അവർ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ്. ആ ആത്മവിശ്വാസമാണ് ഇവിടെ ഡോക്ടർ പി സരിനും പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന് കുറിപ്പിനകത്തും നമുക്ക് ആത്മവിശ്വാസം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്.